നമസ്കാരം. എക്സിന് കോടതിയിൽ പോകാം, പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത് ചൈനയല്ല, ഇന്ത്യയാണ്. ഇന്ത്യ. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ ഇത്രയും ക്ഷുഭിതനാകാൻ എന്താണ് കാരണം? ആദ്യം നമുക്ക് അതുതന്നെ പരിശോധിക്കാം. ന്യൂ ഇന്ത്യ സെൻസർഷിപ്പ് പോരാട്ടത്തിൽ ഉള്ളടക്കം നീക്കം ചെയ്തതിന് എക്സ് പ്ലാറ്റ്ഫോം നരേന്ദ്രമോദി സർക്കാരിനെതിരെ കേസ് നൽകി. ഓൺലൈൻ ഉള്ളടക്കം എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതിനായി ഇന്ത്യയുടെ IT മന്ത്രാലയം നിയമവിരുദ്ധമായി സെൻസർഷിപ്പ് അധികാരങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം ഉത്തരവുകൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും എലോൺ മസ്കിന്റെ എക്സ് ആരോപിച്ചു. തുടർന്നാണ് കേസ് നടക്കുന്നത്. മസ്കിന് പറയാനുള്ളത് നമ്മൾ കേട്ടു. എന്നാൽ മസ്കിന്റെ വാ അടപ്പിക്കുന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ളത്. ഇലോൺ മസ്കിനെ കുറച്ച് കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തി. നമുക്ക് അതെന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് വിയോജിപ്പുള്ള വിഷയങ്ങളിൽ രാജ്യത്തെ കോടതികളെ സമീപിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും എന്നാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ബോധം കൂടി അവർക്കുണ്ടായിരിക്കണമെന്നും BJPയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തി. എല്ലാ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളും സുരക്ഷിതവും വിശ്വാസയോഗ്യവുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. IT നിയമത്തിലെ 79ാം വകുപ്പിന്റെ ഉപയോഗം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് മാർച്ച് 20-ന് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹിക മാധ്യമമായ എക്സ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് പരാമർശിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറുടെ ഈ പ്രതികരണം. ഇന്ത്യൻ നിയമവ്യവസ്ഥ ഏവർക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ നിയമവിരുദ്ധമെന്ന് തങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എക്സിനുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളൊന്നും പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതായിരിക്കരുതെന്ന് മുൻപ് തന്നെ രാജ്യം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ 2024 ജനുവരിയിൽ താൻ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അഥവാ പരീക്ഷണാടിസ്ഥാനത്തിലുള്ളവയാണെങ്കിൽ പ്രസ്തുത വസ്തുത വെളിപ്പെടുത്തുന്നതിനുള്ള ബാധ്യതയും അവരിൽ നിക്ഷിപ്തമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തി. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായി തെറ്റായ രീതികൾ അവലംബിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സ്വീകാര്യമല്ല. ഇത് ചൈനയല്ല, ഇന്ത്യയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തായാലും മസ്കിന് നല്ല മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.